ഇരുവരം പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആ മരണ ദിവസം ബന്ധപ്പെട്ടത്. ആ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇവിടുന്ന് വിളിച്ചറിയിച്ചപ്പോഴത്തേക്ക് അവിടുന്ന് എടുത്ത പോലീസുകാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ മരിച്ചവൻ മരിച്ച് ഇനി എന്തിനാ അതിന്റെ പുറകിന് പോകുന്നതെന്നാ ചോദിച്ചത്. ഇരുവരം പോലീസ് സ്റ്റേഷൻ, ഈ പ്രതികളെല്ലാം ഇരുവരം പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലുള്ളതാണ്. കൊല്ലം കടപ്പാക്കട ഉളിയക്കോവിൽ കന്നിമേൽ വീട് കെ വി മോഹൻദാസിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിലാണ് ശ്യാമപ്രസാദ് എന്ന് പറയുന്ന ഒരു യുവാവ് എറണാകുളത്ത് വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം പറയുന്നത്, ഒരു സംഘം ബ്ലേഡ് മാഫിയക്കാർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ സ്വന്തം മാതാവിൻ്റെ മുമ്പിലിട്ട് അസഭ്യം പറയുകയും അവർക്ക് എതിരെ വളരെ മോശമായ രീതിയിൽ ജോലി സ്ഥലത്ത് ചെല്ലുകയും അവിടെയും ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യുവാവ് ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. 1 തീയതി ഉച്ച കഴിഞ്ഞ് എൻ്റെ മോനെ ജോലി സ്ഥലത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്ന് കാറിലാണ് കൊണ്ടുവന്ന്. 5 അംഗങ്ങളുണ്ട്. ഒന്ന് പൈസ കൊടുത്ത ഒരു വ്യക്തിയും മറ്റേത് 4 പേരും എൻ്റെ മോനെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിലും എൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ അനിയത്തിയുടെയും മുമ്പിലിട്ട് എൻ്റെ മോനെ അസഭ്യം പറയും. പിന്നെ പൈസ വാങ്ങിയിട്ട് പെരയ്ക്കകത്ത് കയറി മോനെ ഒളിപ്പിച്ച് വെച്ചേക്കുവാന്നോ ആവശ്യമില്ലാത്ത അസഭ്യം മോനെ മർദ്ദിക്കുകയും പിടിച്ച് തെള്ളുകയും കൈ പിടിച്ച് തിരിക്കുകയും എല്ലാം ചെയ്തിട്ട് തിരിച്ച് മോനെ വീണ്ടും കാറിൽ കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി, ഗോപാലശ്ശേരിയിലുള്ള വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു 12 മണിയോടെ മോൻ്റെ കയ്യിലിരുന്ന ഫോണും പിടിച്ച് മേടിച്ച് എന്തോ എഴുതി മോനെ കൊണ്ട് ഒപ്പിടിയിച്ചെന്ന് അവർ പറയുന്നു. മോനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് മോൻ 12:30 വീണ്ടും ജോലി സ്ഥലത്തോട്ട് തിരിച്ചു പോയി. 15-ാം തീയതിക്കകത്ത് കുറച്ച് പൈസ കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ 15-ാം തീയതിക്ക് മുമ്പേ 12ഉം 13ഉം ഇവർ വീണ്ടും എൻ്റെ മോനെ വിളിക്കുകയും എന്നെ ഫോണിൽ വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ല. ഇവർ വിളിക്കുകയും പിന്നെ ഇവർ ഈ പൈസ കൊടുത്ത വ്യക്തിയും ആ വ്യക്തിയുടെ പ്രതിസുത വധു ആയ ഒരു പെൺകുട്ടിയും പിന്നെ മോനെ കോൺഫറൻസ് ഹാളിൽ വിളിച്ച് ഒരു പോലീസുകാരും ഈ പെണ്ണും ഈ പൈസ കൊടുത്ത പയ്യനും കൂടി എന്തോ മോനോട് സംസാരിച്ചെന്ന് വധഭീഷണി വരെ മുഴക്കി മോനെ കാറിൽ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമെന്നും പിന്നെ നിന്നെ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല പൈസ കൊടുത്തില്ലെങ്കിൽ എന്ന് വരെ വധഭീഷണി മുഴക്കിയതിനെ തുടർന്നാവും മോൻ 14-ാം തീയതി വീട്ടിൽ വരുമെന്ന് റൂമിലുള്ള പയ്യനോട് പറയുക വരെ ചെയ്ത്. പക്ഷെ മോൻ മരിക്കാൻ കാരണം ഈ പൈസ ഇടപാട് മാത്രമല്ല, ഇവരുടെ ഭീഷണിക്ക് വഴങ്ങിയാന്ന് മോൻ മരിക്കാൻ കാരണം. ആ മോൻ്റെ മരണത്തിൻ്റെ മറ നീക്കി പുറത്ത് കൊണ്ടുവരണം. പൈസ ഇടപാട് മാത്രമല്ല, ഈ മാഫിയ സംഘത്തിനെ പുറത്ത് കൊണ്ടുവരണം. 15-ാം തീയതി പൈസ കൊടുക്കാമെന്ന് ഞാനും കൂടിയാണ് മോനെ വെച്ച് ഉറപ്പ് കൊടുക്കുന്നത്. ആ ഉറപ്പും പ്രകാരം 14-ാം തീയതി വീട്ടിൽ വരാമെന്നാണ് മോൻ പറഞ്ഞത്. രാവിലെ ഞാനൊരു 8-8:30 മണിയോടെ 9 മണിക്കകത്ത് ഞാൻ മോനെ വിളിച്ചപ്പം മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ ഇനി തിരിച്ച് വീട്ടിലോട്ട് വരുന്നില്ല, അമ്മയെ കൊണ്ടും എന്നെ കൊണ്ടും താങ്ങാൻ പറ്റത്തില്ല, അവർ നമ്മളെ ഇനി ജീവിക്കാൻ അനുവദിക്കത്തില്ല, അമ്മയുടെ പുറകെ തന്നെ അവരുണ്ട്, അവർ രണ്ടും തുനിഞ്ഞ് നിൽക്കുവാണ്, പിന്നെ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ, അവധിയൊന്നും അവർ കേൾക്കത്തില്ല, അതുകൊണ്ട് ഞാൻ എന്തോന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. അങ്ങനെ ഇത് പറഞ്ഞ് എൻ്റെ മോൻ ഫോൺ വെച്ച് ഞാൻ പിന്നെ അന്ന് വെള്ളിയാഴ്ച നേരം വെളുക്കുന്നത് വരെ എൻ്റെ മോനെ വിളിച്ചുകൊണ്ടിരുന്ന്. ആ ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് ഞാൻ വ്യാഴാഴ്ച വിളിച്ച് വെള്ളിയാഴ്ച വരെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു. ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് ഞാൻ മോൻ്റെ ജോലി സ്ഥലത്ത് ചെല്ലുന്നത്. എൻ്റെ മോൻ്റെ ജോലി സ്ഥലത്ത് മോൻ തൂങ്ങി നിൽക്കുന്നതാണ്. ഞാനാണ് ആദ്യമായിട്ട് കതക് തല്ലിപ്പൊളിച്ചാണ് ഞാൻ എൻ്റെ മോനെ കാണുന്നത്. എൻ്റെ മോൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവർ തന്നെ, അല്ലാതെ വേറെ ആരുമല്ല. ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. പിന്നെ ഒരു ജൂലൈ മാസമാണ് ജോലി സ്ഥലത്തുനിന്ന് വീട്ടിലോട്ട് വരുന്ന സമയത്ത് മോൻ്റെ ബൈക്ക് പിടിച്ച് മേടിച്ച്, അത് ഈ പെൺസുഹൃത്താന്ന് പറയുന്നത്, അവൻ്റെ ബൈക്ക് പിടിച്ച് മേടിക്കാൻ ഈ പെൺസുഹൃത്താന്ന് ആവശ്യപ്പെടുന്നത്. ബൈക്ക് പിടിച്ച് മേടിച്ചിട്ട് ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ബൈക്ക് മേടിച്ചിട്ട് ബൈക്ക് പിന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്രയും നാളും ആ ബൈക്ക് കൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നതാ. 17,500 രൂപയോളം പെറ്റി വന്ന് മെസ്സേജ് വന്ന് കിടപ്പുണ്ട്, ദുരുപയോഗം ചെയ്തതിൻ്റെത് കിടപ്പുണ്ട്. എനിക്ക് 2 മക്കളാണ്. അത് മൂത്തത് ശ്യാമപ്രസാദാണ്, രണ്ടാമത്തെ ഒരു മകളാണ്. മകളെ കല്യാണം കഴിച്ച് ശ്യാമപ്രസാദ് എറണാകുളത്ത് മൂവാറ്റുപുഴയിൽ മഹീന്ദ്രയുടെ ഒരു ഷോറൂമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈയിടയ്ക്ക്
ഈ 14-ാം തീയതി അവൻ മരണപ്പെട്ടു. ആ മരണത്തിൽ പിന്നിൽ ദുരൂഹതയുണ്ട്. കുറച്ച് എൻ്റെ മകൻ ആരാൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചായിരുന്നു. അതിൻ്റെ ഒരു ഭീഷണിയെ തുടർന്നാണ് എൻ്റെ മകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ശമ്പള ദിവസം ആകുമ്പോഴത്തേക്ക് ഇവർ കാറ് പിടിച്ച് അവിടെ ചെന്നിട്ട് വെളിയിൽ നിന്ന് ഇവനെ വിളിക്കും. അപ്പോൾ പൈസ കിട്ടിയില്ലെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇവർ എൻ്റെ അക്കൗണ്ടിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ എൻ്റെ കുഞ്ഞ് അവിടെ സ്ഥിരം പട്ടിണിയാണ്. പിന്നെ തള്ളയാണ് വല്ലപ്പോഴും പൈസ അയച്ചു കൊടുക്കുന്നത് ഈ ഭക്ഷണത്തിന് വേണ്ടി. ഇരവലം പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആ മരണ ദിവസം ബന്ധപ്പെട്ടത്. ആ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇവിടുന്ന് വിളിച്ച് അറിയിച്ചപ്പോഴത്തേക്ക് അവിടുന്ന് എടുത്ത പോലീസുകാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ മരിച്ചവൻ മരിച്ച് ഇനി എന്ത് അതിൻ്റെ പുറകിന് പോകുന്നതെന്നാണ് ചോദിച്ചത്. ഇരവലം പോലീസ് സ്റ്റേഷൻ, ഈ പ്രതികളെല്ലാം ഇരവലം പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലുള്ളതാണ്. ഈ ഇത്രയും പൈസ കടമുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ ഞാനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ ഈ കിടക്കാടം വിറ്റിട്ടെങ്കിലും നമ്മൾ ഈ കടം അവരുടെ തീർത്തേനെ. ഇനി ഇതുപോലെ ഒരു ദുരന്തം ഇനി ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവരുത്. ഞങ്ങൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം.